ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഹായ് ഗൈസ്, ഐ എം മാധവ്. ഒരു യൂട്യൂബർ എഴുതി സംവിധാനം ചെയ്ത സിനിമ ഏകദേശം 7 കോടി 8 കോടി എൻ്റെ ബഡ്ജറ്റുള്ളൂ. പക്ഷേ ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് ഏകദേശം 2000 കോടിയോളം കളക്ട് ചെയ്ത്. എനിക്കൊന്ന് അത് കഴിഞ്ഞെന്ന് തോന്നുന്നു ആക്ച്വലി. അപ്പോൾ ലോകം മൊത്തം ഈ സിനിമ ഇപ്പോൾ ഒരു ചർച്ചയാണ്. സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ സിനിമ പറ്റിയുള്ള മെയിംസും കുറേ റീലുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സിനിമ മൊത്തത്തിൽ ഇങ്ങനെ ഓണായി നിൽക്കുകയാണ്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇത്രത്തോളം റെക്കഗ്നേഷൻ ഈ സിനിമയ്ക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പടം കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഗംഭീര സിനിമ. ആദ്യം തന്നെ എനിക്ക് ഇതിൻ്റെ ഡയറക്ടറെ പറ്റി സംസാരിക്കണം. കാരണം അദ്ദേഹം ഈ സിനിമയ്ക്ക് ചൂസ് ചെയ്തിരിക്കുന്ന ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, അത് ഈ സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് എന്തോ ഒരു 4:3, കാരണം ഞാൻ PXL കണ്ടിട്ട് പോലും എനിക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 4:3, അതായത് കുറച്ചുകൂടെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 151 ആ ഒരു റേഷ്യോയിലാണ് സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആ റേഷ്യോ ആൾ ചൂസ് ചെയ്തത് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോമ്പാക്റ്റ് ആകുമ്പോൾ സിനിമ ക്രിയേറ്റ് ചെയ്യുന്ന സഫോക്കേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ടെറിബിളായിട്ട് ഫീൽ ചെയ്യും. ആ കഥാപാത്രങ്ങളുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടുകൾ എത്രത്തോളം കോമ്പാക്റ്റ് ആവുന്നോ അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് നമ്മളിൽ കൂടുതൽ അൺസെറ്റിലിംഗ് ആയിട്ടുള്ളൊരു ഇതും എന്താ പറയുക ഒരു സഫോക്കേഷൻ, ഒരു ശ്വാസം മുട്ടൽ തോന്നുന്നതെന്ന് പറയത്തില്ലേ, അത് ഈ പറഞ്ഞ പോലെ കോമ്പാക്റ്റ് ആകുമ്പോൾ ഇത്തരം സിനിമകൾക്ക് എന്താ പറയുക ഇത്തരം റേഷ്യോകൾ ചൂസ് ചെയ്യുമ്പോൾ അതിപ്പോൾ വ്യത്യസ്തനാവാൻ വേണ്ടി ഇങ്ങനെ റേഷ്യോ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല. ആ സിനിമ ഡിമാൻഡ് ചെയ്യണം. ആൻഡ് ഈ സിനിമ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അത് ചൂസ് ചെയ്തു പെർഫെക്റ്റ്ലി. അത് ഞാൻ പടം തുടങ്ങിയപ്പോൾ തന്നെ നോട്ടീസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതും അതാണ്. കാരണം പടം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സഫോക്കേഷൻ, ആ റേഷ്യോ തന്നെ നമ്മളിലേക്ക് ഓരോ ഫ്രെയിമും എത്തിക്കണ്ട. ബിക്കോസ് ഓഫ് ദ റേഷ്യോ, വൈഡ് സ്കോപ്പ് റേഷ്യോ വരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇത് കിട്ടത്തില്ല, അല്ല ആ ഒരു എഫക്റ്റ് സിനിമയിൽ നിന്ന് പോയേനെ. പക്ഷേ അത് ഡയറക്ടറിൻ്റെ വലിയൊരു ചോയ്സ് ആയിരുന്നു. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിഗംഭീരമാണ്. സൗണ്ട് ആൻഡ് എന്ത് സ്കോറ്, ഇതിൽ സൗണ്ട് ചെയ്താൽ സ്കോർ ചെയ്യാന്ന് നമുക്കങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് അവർ വർക്ക് ചെയ്തിരിക്കുന്നത്. ചില സമയത്ത് സ്കോർ തന്നെ ഒരു സൗണ്ട്, അതായത് SFX പോലെ തന്നെയാണ് ഇതിൻ്റെ സ്കോറും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഒരു റിതം പിടിച്ചൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാം ഈ പറഞ്ഞ പോലെ SFXും സ്കോറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതിൽ തന്നെ സ്ക്രീം ചെയ്യുന്ന ടൈമിലൊക്കെ എന്താ പറയുക ഒരു സൗണ്ട് ഇവരിങ്ങനെ ബിൽഡ് ചെയ്യുന്നൊരു സാധനമുണ്ട്. സ്ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സൗണ്ട് എഫക്റ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തത്. നല്ല രസമുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനത്തെ സാധനം. പിന്നെ എൻ്റെ ക്യാമറ വർക്ക്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് ടീൽ ഓറഞ്ച് സാധനമൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ആക്ച്വലി നമ്മൾ ഈ ഹോളിവുഡ് ഹൊറർ പടങ്ങൾ, ഈ ടോക്ക് ടു മീ ഒക്കെ പോലുള്ള സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള ഫ്രെയിം. ആൻഡ് ഇതിൽ സ്പെഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഫ്രെയിമിങ്ങിൽ അല്ലെങ്കിൽ ഷോർട്സിൽ എനിക്ക് തോന്നിയത്, ഇതിലെ നിക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡാർക്കായിട്ടുള്ള ഏരിയകളിൽ നിൽക്കുമ്പോൾ ആളുടെ ഫേസ് ഒന്നും കാണുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ തിളങ്ങുന്ന പോലത്തെ ഒരു ഷോട്ടുണ്ട്, 1-2 ഷോട്ടുണ്ട്. അത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഫേസ് ഒന്നും കാണുന്നില്ല, ഫേസ് ഫുള്ള് ഡാർക്ക്, പക്ഷേ കണ്ണിലേക്ക് മാത്രം ദൂരത്ത് ലോങ് ചെയ്യുന്ന ഒരു ലൈറ്റിലേക്ക് നമ്മുടെ പൂച്ചയുടെ പട്ടിയുടെ കണ്ണിങ്ങനെ തിളങ്ങുമല്ലോ രാത്രി റിഫ്ലക്ഷൻ അടിച്ച്, അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഷോട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ കിടിലൻ പരിപാടിയാണ്. അത്തരം ഷോട്ടുകൾ സിനിമ, ഷാഡോസ് ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഹെവി ആയിട്ടാണ്. ദെൻ ഈ പടത്തിൻ്റെ എന്താ പറയുക സ്റ്റേജിങ്, അതിനും ഈ പറഞ്ഞ ഡയറക്ടർക്ക് തന്നെ കൈയ്യടി കൊടുക്കണം. കാരണം പേടിപ്പിക്കുന്ന സംഭവങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടികളല്ല, മറിച്ച് ഭയം എപ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് എത്തണമെന്ന് സംവിധാനം വിചാരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്സിലൊക്കെ കഥയും അതിനോടൊപ്പം ബിൽഡ് ആവുന്നുണ്ട്. കഥ പുരോഗമിക്കുന്ന സ്റ്റേജിലൂടെയാണ് ഭയം ബിൽഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് കഥ സ്റ്റക്കായിട്ട് അവിടെ തന്നെ എന്താ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഫിയർ ബിൽഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കര ത്രില്ലായിട്ട് ഇന്നായിട്ട് നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ലാതെ ഇങ്ങനെ മുഴുകിയിരുന്ന് കാണാൻ പറ്റുന്നുണ്ട് പടം. അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ നട്ടെല്ല്, ബാക്ക് ബോണാണ് പെർഫോമൻസുകൾ. എന്താ പറയുക, നമ്മൾ പടം കണ്ടു കഴിയുമ്പോൾ ഓക്കെ കൊള്ളാം, നല്ലൊരു ഹൊറർ പടം എന്ന് പറയേണ്ട ഒരു സിനിമയെ ഇതൊരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. ഇത് നീ കണ്ടില്ലെങ്കിൽ നിനക്ക് നഷ്ടമാണ് മച്ചാനെ എന്ന് നമ്മുടെ കൂട്ടുകാരനോട് പറയാൻ തോന്നുന്ന ആ ലെവലിലേക്ക് ഈ സിനിമ മാറിയത്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് സിനിമയെ കൊണ്ട് എത്തിച്ചത് ഇതിൽ ആക്ടേഴ്സാണ്, അതായത് നായികയും നായകനും. എന്ന് പറഞ്ഞാൽ ഇത് ഈ നിൽക്കുന്ന ആളുണ്ടല്ലോ, ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ട് സിനിമയിൽ. എൻ്റെ പൊന്നട,
നമ്മൾ ഇതെങ്ങനെ ഇത് അഭിനയിക്കുന്നത്, ഇത് എത്താണിത് യഥാർത്ഥത്തിൽ മേലെ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സ്ക്രീനിൽ ആൾ കൊടുത്ത കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. ആ സാധനമൊക്കെ നമ്മൾ വല്ല കണ്ണാടിയിലൊക്കെ ചെയ്യാൻ നോക്കിയില്ലേ, ചിരിച്ചിട്ടില്ലേ, ചിരിച്ച് പണ്ടാരടങ്ങും. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ആ ക്യാരക്ടറിന് ഈ സിനിമയിലുള്ളത്. അതിൻ്റെ അത് 1 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് കോമഡി ആയിപ്പോവും. പക്ഷേ അതിനെ കൃത്യമായ മീറ്ററിൽ ബാലൻസ് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതിയുണ്ട് ഇതിലെ ആക്ട്രസ്. ഇൻഡി നവരാറ്റി അങ്ങനെ എന്താണ് ആളുടെ പേര്, തെറ്റിപ്പോകും, നവരാത്രി എന്നൊക്കെ വരും ചില സമയത്ത്. അതിൻ്റെ എന്താ പറയുക, ആളുടെ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ ഇറ്റ്സ് അൺബിലീവബിൾ. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അത് ഒരെണ്ണമല്ല, സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ ഈ സാധനം ഇങ്ങനെ ഫേസിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനം മാറി അടുത്തൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള സാധനത്തിലേക്ക് ആൾ സ്വിച്ച് ചെയ്യുന്നൊരു സാധനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് ഉറക്കുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ മാറും. പക്ഷേ കൺവിൻസിങ് എന്ന് പറയാൻ അത് കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയുണ്ട് ആൾ. സിനിമയെ വേറൊരു സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പീക്കിലേക്ക് കൊണ്ടങ്ങ് വെച്ച് കൊടുത്ത ആളുടെ പെർഫോമൻസ് കൊണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് അൺബിലീവബിൾ. അങ്ങനത്തെ ഒരു പെർഫോമൻസ്. നായികയെ പോലെ തന്നെ എടുത്തു പറയേണ്ട ആളാണ് നായകനും. അദ്ദേഹത്തിൻ്റെ പേര് മിഖേൽ ജൊനാൻസ്റ്റനോ അങ്ങനെ എന്താണ് ആളുടെ പേര്. സിനിമയുടെ ഒരു ഹൊറർ, അതായത് ആ മൊമെൻറ്റിൽ സംവിധായകൻ ഉദ്ദേശിക്കുന്ന ഹൊറർ 50% നമ്മളിലേക്ക് എത്തിക്കുന്നത് നായികയും ബാക്കി 50% നമ്മളിലേക്ക് എത്തിക്കുന്നത് നായകനുമാണ്. നമ്മളൊക്കെ ഇത് ഭയമല്ല, പക്ഷേ ഭയത്തിൻ്റെ പല പല പരിപാടികൾ ആൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഭയങ്കര റിയലാണ്. ഞാൻ പറഞ്ഞില്ല, ഒട്ടും ഇത് ഓവറാണെന്നോ ഒന്നുമില്ല. ഭയങ്കര ഒരു റിയൽ, വിറക്കുന്നതും ഞെട്ടി നിൽക്കുന്നതും. അതായത് ഒരു നോർമൽ മനുഷ്യന് പ്രതികരിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസ് അല്ല ആളുടെ ചുറ്റും നടക്കുന്നത്. അത് നമുക്ക് ഒരു സംവിധായകന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പരിധി ഉണ്ടല്ലോ, ഇത് എന്താണ് പരിപാടി എന്ന്. കാരണം അത്രയും വിയേർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ആളുടെ ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ആൾ കാണുന്നത്. അപ്പോൾ അതിന് കൗണ്ടർ റിയാക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ ആളത് ചെയ്തിരിക്കുന്നത് നായികയുടെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ അൺബിലീവബിൾ ആയിട്ടുള്ള ആക്ടിങ് ആണ്. ഇവരൊക്കെ എനിക്കറിയത്തില്ല, ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സ് ആണോ ഇവരെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവരെന്തോ വർഷങ്ങളോളം ഇവരെന്തോ പരിപാടി അറിയാവുന്ന ആളുകളാണെന്ന് തോന്നുന്നു. കാരണം അത്രയും നാച്ചുറലായിട്ടും അത്രയും കൺവിൻസിങ് ആയിട്ടാണ് സിനിമക്കുള്ളിലെ ഭയം നമ്മളിലേക്ക് ഇവർ എത്തിക്കുന്നതും. ഇവരങ്ങ് ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും കൂടെ, സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഒരു മത്സര അഭിനയം പോലുള്ള സിനിമ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്കാണ് അഭിനയം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് അതിൽ തന്നെ ഈ നായികയുടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സ്പ്ലിറ്റായാണ് ആളുടെ ഫേസിലേക്ക് കുറേ സാധനങ്ങൾ വന്നു പോണതേ. എനിക്കിത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, അതായത് എനിക്കെന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ നായിക എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ആ ഹോട്ടലിലെ സീനാണ്. മനസ്സിലായല്ലോ? അതായത് നിൻ്റെ അച്ഛന് ശരിക്കും ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നോ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുന്നേറ്റിട്ട് എന്താ പറയുക, ഒരു മാറുന്നൊരു സാധനം ഉണ്ടല്ലോ. എന്ത് സീനാണത്? പെട്ടെന്ന് ഈ മനസ്സിൽ എനിക്ക് ഓടിക്കൊണ്ടിരുന്ന സീൻ അതാട്ടാ. നായികയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന സീൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് വന്നത് ആ ഹോട്ടലിലെ സീനാണ്. ബെയർ ആൻഡ് നിക്കി എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സിനെ ഈ 2 ആക്ടേഴ്സും കൈകാര്യം ചെയ്തത് സ്ക്രീനിൽ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നൊരു ഭയം, അത് വേറെ ലീഗിലുള്ള പരിപാടി. ജെംസ്കേഴ്സ് അല്ല ഈ സിനിമ. ജെംസ്കേഴ്സ് അങ്ങനത്തെ കൈൻഡ് ഓഫ് പരിപാടികൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, പക്ഷെ അതിനെയും ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലീഷ ആക്കാതെ. പക്ഷെ അതല്ല ഈ സിനിമ. മോസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ സിറ്റുവേഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിലേക്കൊരു ഹൊറർ ഇങ്ങനെ ആ ഒരു അനുഭവം കൊണ്ടുവരത്തില്ലേ, അതിൽ ഈ സിനിമ ഭയങ്കര ഹൈ ആയിട്ടുണ്ട്. എനിക്ക് ലിറ്ററലി കുറേ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് പേടി തോന്നി. ഇവൻ ഈ പടം ഞാൻ നൈറ്റ് ഷോ ആണ് കാണുന്നത്. ഉറങ്ങുമ്പോഴൊക്കെ ഈ പടത്തിൽ ചില സാധനങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പടത്തിൽ. കാരണം വേറൊന്നുമല്ല, വയലൻസ് ഉണ്ട്, അതുകൊണ്ടൊന്നും വയലൻസ് സിനിമകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടല്ല. സിനിമയിൽ ചില സാധനങ്ങൾ സ്റ്റേജ് ചെയ്തിരിക്കുന്നതും ബിൽഡ് ചെയ്തിരിക്കുന്നതും ഇവരത് ഈ അഭിനേതാക്കളെ സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ അത്രയും എന്നെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ട്. കുറേ ഫ്രെയിമുകളും കുറേ സീനുകളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉറങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിനിമ കണ്ടിട്ട്.
എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കണമല്ലോ ആ സിനിമ. എസ്പെഷ്യലി ഇങ്ങനത്തെ ഹൊറർ പടങ്ങൾ മനസ്സിൽ നിൽക്കുമ്പോൾ ആ ഭയത്തിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അത് എല്ലാ ഹൊറർ പടം, ചില സിനിമകളിൽ നമുക്ക് ഓക്കെ നല്ലൊരു പടമാണെന്ന് തോന്നുമെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഹൊറർ പടങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് വളരെ ചുരുക്കമായിട്ടാണ്. ഈ സിനിമ അത് ഡൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഈ നായികയുടെ ക്യാരക്ടർ ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ എനിക്ക് നമ്മുടെ സിനിമോനെ ഷമ്മിനെയൊക്കെ ചില സമയത്ത് ഓർമ്മ വന്ന്. നിങ്ങൾക്ക് വന്ന വേറെ ഒന്നുമില്ല, ചില നായികയുടെ അതായത് നിക്കി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ചില കൊടുത്തിരിക്കുന്ന ചില സീനുകളിലൊക്കെ എനിക്ക് നമ്മുടെ സിനിമോനെ ഷമ്മി ആ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു പടം കണ്ടിരുന്നപ്പോൾ. ജസ്റ്റ് ഒരു സിമിലാരിറ്റി പോലെ എനിക്ക് ഇങ്ങനെ തോന്നി. ആൻഡ് എന്താ പറയുക, എടാ ഞാനീ പറഞ്ഞെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ ഈ പടം കണ്ടപ്പോൾ ഉറങ്ങിക്കിടന്നപ്പോൾ മനസ്സിന് ജസ്റ്റ് ഡിസ്റ്റർബ് ആക്കി എന്നൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള സംഭവങ്ങളാണ്. എനിക്കിപ്പോൾ അത്രത്തോളം നിങ്ങളെ ഭയപ്പെടുത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് വർക്കായി. ഞാൻ ശരിക്കും പേടിച്ചറാ, ഞാൻ ശരിക്കും പേടിച്ച്. സത്യം പറഞ്ഞ് പടത്തിൽ നമ്മൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? പ്രകൃതിദത്തമല്ലാത്ത രീതിയിൽ സ്നേഹം പിടിച്ചു വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കിടിലൻ പരിപാടി. എന്താ പറഞ്ഞാൽ പൊളി സാധനം. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാം.